ഹേ ഗായ്സ്, ഇതൊരു മിനി വ്ലോഗാണ്. ഇന്നൊരു പരീക്ഷയുണ്ട് ലോജിസ്റ്റിക്സിന്റെ NSPC. അതെഴുതാൻ പോവാണ്. ബസ് സ്റ്റോപ്പിൽ പോയി അവിടെ നിന്ന് ബസ് കയറി. അടുത്ത സ്റ്റോപ്പിൽ നിന്ന് എൻ്റെ കൂട്ടുകാരൻ ശ്രീനാഥും കൂടെ കയറിയിട്ടുണ്ട്. ഇവനാണ് ഇതാ ശ്രീനാഥ്. അങ്ങനെ ബസ് ഇറങ്ങി ആർട്സ് കോളേജിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഗവൺമെന്റ് ആർട്സ് കോളേജ് എത്തി. ഇതാണ് ഗവൺമെന്റ് ആർട്സ് കോളേജ് തൈക്കാട്. അങ്ങനെ സമയമായി അകത്ത് കയറി നോക്കിയപ്പോൾ ഒരു ജാഥയ്ക്കുള്ള ആൾക്കാരുണ്ട് ഇതിൻ്റെ അകത്ത്. ആദ്യം വിചാരിച്ച് കുട്ടികളുടെ പാരൻസ് പോലായിരിക്കും, പക്ഷെ അല്ല. PSC എക്സാമിന് പോലും ഇത്രയും ആൾക്കാർ കാണൂല. നല്ല തിരക്കായിരുന്നു കയറാൻ. അങ്ങനെ ഒരുവിധം അകത്ത് കയറി പരീക്ഷ എഴുതി. അങ്ങനെ പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. പിന്നെ നേരെ സിനിമയ്ക്ക് പോവാണ്, DSR-ക്ക്. അങ്ങനെ അവിടെ നടന്ന് എയർ എക്സ്പ്രസ് എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് കയറണം. ഇങ്ങനെ ടിക്കറ്റ് കാണിച്ച് ആദ്യം കയറിയിരിക്കുകയാണ്. ഈ ടിക്കറ്റ് ഞാൻ എടുത്തത് ഫ്രീ ആയിട്ടാണ്. അത് രണ്ടുപേർക്കും കൂടെ 390 രൂപയായി. 390 ഞാൻ ഫ്രീ ആയിട്ടാണ് ഈ ടിക്കറ്റ് എടുത്തത്, ഒരു രൂപ പൈസ പോലും കൊടുക്കാതെ. എങ്ങനെ ഫ്രീ ആയിട്ട് കണ്ടെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഇനി പോയി സിനിമ കണ്ടിട്ട് അങ്ങനെ പടം കണ്ടു തീർന്ന് അങ്ങനെ സിനിമ കണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. പടം കൊള്ളാം, നല്ല രസമുണ്ട്. ഇനി നേരെ ഒരു മന്തി കഴിച്ചാലൊന്നുമില്ല. അതിൻ്റെ ഒരു മന്തി കഴിക്കാൻ പോകണം. അങ്ങനെ നടന്ന് തൈക്കാടുള്ള മന്തി മഞ്ചിലെത്തിയിരിക്കുകയാണ്. കയറി ചെന്നപ്പോൾ നല്ല തിരക്ക്. അങ്ങനെ 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്തിരുന്ന് സീറ്റ് കിട്ടി. ഇനി മന്തി കഴിക്കണം. നോർമൽ ചിക്കൻ മന്തി ഓർഡർ ചെയ്തു, പിന്നെ അത് ഓർഡർ ചെയ്ത് അങ്ങനെ സാധനം എത്തി. ചിക്കൻ മന്തി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. ചിക്കനായാലും ചോറായാലും നല്ല വെന്തിട്ടുണ്ട്. പിന്നെ ഹൈപ്പിനുള്ളതുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. നല്ല കിടിലൻ ഫുഡ് കഴിക്കാം. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവിടെ അൺലിമിറ്റഡ് റൈസൊക്കെ ഉണ്ട്. മന്തി കഴിച്ച് തല ഇറങ്ങിയിരിക്കുന്നവൻ ആദ്യമായിട്ടാണ് ഒരാളെ മന്തി കഴിച്ച് തല ഇറങ്ങിയിരിക്കുന്നതായിട്ട് കാണുന്നത്. കുറച്ച് ഫ്രണ്ടിലോട്ട് നടന്നപ്പോഴേക്കും നല്ല ഹെവി മഴ. പിന്നെ മഴ കഴിഞ്ഞിട്ട് പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ അവിടെ ഒരു 1.5 മണിക്കൂർ അവിടെ തന്നെ ഇരുന്ന് ജസ്റ്റ് ഒന്ന് മഴ തോർന്നതും അവിടെ നിന്ന് ഇറങ്ങി. ഇനി ഇവിടെ നിന്ന് നേരെ വീട്ടിൽ പോകണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക.